നമസ്കാരം. ചെയ്യുന്ന ജോലിയുടെ പേരിൽ തനിക്ക് ധാരാളം വധശിക്ഷകൾ അതുപോലെ വധഭീഷണികൾ ലഭിക്കുന്നതായി വ്യവസായിയും കാര്യക്ഷമതാ വകുപ്പിന്റെ അതായത് ഡോജ് തലവനുമായ ഇലോൺ മസ്ക് പറയുകയാണ്. രണ്ടാം ഭരണത്തിലെ ട്രംപിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് മസ്ക് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ടെക് സപ്പോർട്ട് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് ഇന്നലെ ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തത്. ഡോജിന്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നുവെന്ന് ട്രംപ് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് മസ്ക് തനിക്ക് ലഭിക്കുന്ന വധഭീഷണികളെ കുറിച്ച് വെളിപ്പെടുത്തിയത്. യോഗത്തിൽ ആദ്യം സംസാരിക്കാൻ അവസരം ലഭിച്ചതും എലോൺ മസ്കിന് തന്നെയായിരുന്നു. ഇതിനോടകം തന്നെ നിരവധി ജീവനക്കാരെയാണ് പ്രകടനം മോശമാണെന്ന് ആരോപിച്ച് മസ്ക് പുറത്താക്കിയത്. കുറെ പേർ ഇനിയും പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നുണ്ടെന്നും എന്നാൽ മസ്കിനെ പുകഴ്ത്തിയാണ് ട്രംപ് സംസാരിച്ചതെന്നും പറയുന്നു. നിങ്ങളുടെ സേവനം ലഭിച്ചതിൽ അഭിമാനിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. അദ്ദേഹം ശരിക്കും കഠിനാധ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമാണെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഡോജും എല്ലാം തികഞ്ഞതല്ലെന്നും തെറ്റുകൾ സംഭവിക്കുമെന്നും മസ്ക് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ വേഗത്തിലേക്ക് ശരിയാകുമെന്നും മസ്ക് വ്യക്തമാക്കി. അതേസമയം മസ്കിന്റെ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും അതൃപ്തിയുണ്ടോ എന്ന് ചോദിച്ച ട്രംപ് ഇനി ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നും വ്യക്തമാക്കി. ജോലിയോട് നീതി പുലർത്തണമെന്നും അല്ലെങ്കിൽ പുറത്തുവിടുമെന്നും തന്നെ കാണിച്ചുകൊണ്ട് ഡോജ് അയക്കുന്ന ഇമെയിലുകളിൽ ചില ക്യാബിനറ്റ് അംഗങ്ങൾ നിരാശ പ്രകടിപ്പിച്ചതായി വാർത്തകളിലുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെയും മസ്കിന്റെയും പരാമർശം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിലും മാധ്യമങ്ങൾക്ക് കടക്ക് ലൈൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ട്രംപിന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഏതൊക്കെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ എത്തണമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. നൂറ്റാണ്ടുകളായി വൈറ്റ് ഹൌസ് പിന്തുടർന്നിരുന്ന പാരമ്പര്യമാണ് ട്രംപ് മാറ്റിമറിക്കുന്നത്. സ്വതന്ത്രമായി തന്നെ തിരഞ്ഞെടുത്ത മാധ്യമങ്ങളുടെ ലേഖകർക്ക് ഇതുവരെ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാമെന്നായിരുന്നു. അവർക്ക് വൈറ്റ് ഹൌസ് നൽകുന്ന കാർഡ് ഉണ്ടായിരിക്കണമെന്നും അതുപോലെ തന്നെ നിബന്ധനയിലുണ്ട്. എന്നാൽ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് നവമാധ്യമങ്ങളെയും വാർത്താ സമ്മേളനത്തിനും ക്ഷണിക്കുമെന്നും വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. വാർത്താ സമ്മേളനങ്ങളിൽ എല്ലാ വിഭാഗവും മാധ്യമങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ട്രംപിന് തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ അവസരമുണ്ടാകുമെന്നും ഈ പരിഷ്കാരമെന്നും അവർ അറിയിച്ചു. വാഷിംഗ്ടണിലൂടെ ഒരു സംഘം വാർത്താ ലേഖകരുടെ കുത്തക ഇതോടെ ഇല്ലാതാക്കുമെന്ന് ലെവിറ്റ് പറഞ്ഞു. മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് ട്രംപ് സർക്കാർ അമേരിക്ക ഉൾക്കടൽ എന്ന് മാറ്റിയതിനു പിന്നാലെ വാർത്താ ഏജൻസിയായ AP-ക്ക് വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. തങ്ങളുടെ വാർത്തകളിൽ മെക്സിക്കോ ഉൾക്കടൽ എന്ന തുടർന്നും ഉപയോഗിക്കുമെന്നും AP വ്യക്തമാക്കിയതിനാൽ തന്നെയായിരുന്നു ഇത് സംഭവിച്ചത്. അസോസിയേറ്റഡ് പ്രസ് വൈറ്റ് ഹൌസിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് അനിശ്ചിതകാലത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസിലും അദ്ദേഹം സഞ്ചരിക്കുന്ന എയർഫോഴ്സ് 1 വിമാനത്തിലും ഇനി മുതൽ അസോസിയേറ്റഡ് പ്രസിന്റെ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല. ട്രംപ് ഭരണകൂടം ഗൾഫ് പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന മാറ്റിയ നടപടിയെ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയത്. അതേസമയം ട്രംപിന്റെ വിലക്കിനെ നിയമപരമായി തന്നെ നേരിടാനാണ് അസോസിയേറ്റഡ് പ്രസിഡന്റിന്റെ തീരുമാനവും.